ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 1.5 വർഷം പിന്നിടുകയാണ്. എന്താണെങ്കിലും യുദ്ധത്തിന്റെ പരിസമാപ്തി എത്തിയോ എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഓഗസ്റ്റ് 7-ന് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം ഇസ്രായേലിനെയും പാലസ്തീനെയും ഒരുപോലെ ബാധിച്ചു. നിരവധി ആളുകൾ ഇസ്രായേലിനെയും അതുപോലെ തന്നെ പാലസ്തീനെയും രണ്ടു പക്ഷത്തും തെറ്റുകളുണ്ടെന്ന് സമ്മതിക്കുമ്പോഴും ഇസ്രായേലിനെതിരെ വിരൽ ചൂണ്ടാൻ നിരവധി ആളുകൾ രംഗത്ത് വന്നു. എന്നാൽ ഇസ്രായേലിലേക്ക് യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിയപ്പോൾ അവിടെ ആശ്വാസത്തിന്റെ കരങ്ങളുമായി എത്തിയത് നമ്മുടെ സ്വന്തം നരേന്ദ്രമോദിയാണ്. ഇസ്രായേലിലെ തടവുകാരെയും അതുപോലെ തന്നെ സേനാ അംഗങ്ങളെയും മന്ത്രിമാരെയും വിളിച്ച് അവരോടൊപ്പമുണ്ടെന്നും അവരോട് സ്നേഹത്തോടെ സംസാരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയോട് അവർക്ക് ബഹുമാനവും ആ ആദരവ് കൂടെ ഉണ്ടാകുമെന്നും ഇസ്രായേൽ മന്ത്രി അറിയിക്കുകയും ചെയ്തു. മോദി തന്ന ധൈര്യവും ആത്മവിശ്വാസവും തീർച്ചയായും ഇസ്രായേലിന് വളരെയധികം പിന്തുണ നൽകിയെന്നും ഇസ്രായേലിയൻ മന്ത്രി അറിയിക്കുകയും ചെയ്തു. ഹമാസ് വീണ്ടും യുദ്ധത്തിലേക്ക് ആരംഭിക്കുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമാസിലും പാലസ്തീനും ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു ജനത വളരണമെന്നും അതിനാൽ മാത്രമേ യുദ്ധം അവസാനിക്കാൻ സാധിക്കുകയുള്ളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല, ഇറാനാണ് ലോകരാജ്യങ്ങളിൽ യുദ്ധത്തിന് വേണ്ട സമ്പദ് സ്രോതസ് ഒരുക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇറാൻ എന്ന രാജ്യം മറ്റ് രാജ്യങ്ങളെ ഇല്ലാതാക്കുകയും ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഭൂമുഖത്ത് നിന്നും ഇസ്രായേലിനെ മായ്ച്ചു കളയാനാണ് ഹമാസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അതിനാൽ തന്നെ ഇസ്രായേൽ നിരപരാധികളാണെന്നും ഇനിയും ഇതുപോലെയുള്ള യുദ്ധങ്ങൾ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്താണെങ്കിലും ഹമാസിനും ഒപ്പം നിൽക്കാൻ ഇറാൻ പോലെ വലിയൊരു രാജ്യം നിലനിൽക്കുകയാണെന്നും അവർക്ക് വേണ്ട സമ്പത്തും ആയുധങ്ങളും ഇറാൻ നൽകുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഇത്തരത്തിലധികം ശക്തമാകുമ്പോൾ ഇനി എന്തായിരിക്കും ഇതിനുള്ള അവസാനമെന്നും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രാജ്യങ്ങളുടെ യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ അത് സാമ്പത്തിക സ്രോതസ്സിലേക്ക് വലിയൊരു കടബാധ്യതയിൽ എത്തിക്കാനുള്ള സാധ്യതയും കൂടും. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉടനെ അവസാനിച്ചില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലേക്കാകും ലോകത്തെ എത്തിക്കുക.